Hi friends, welcome back മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഒരു ഐഫോൺ അൺബോക്സിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഐഫോൺ യൂസ് ചെയ്യാൻ പോകുന്നത്. ഐഫോണിന്റെ ഫസ്റ്റ് വേർഷൻ മുതൽ 10ാമത്തെ വേർഷൻ വരെ ഉപയോഗിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഐഫോൺ 11 ആണ്. ഐഫോൺ 11ന്റെ ഗ്രീൻ കളർ 128GB വേരിയന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 2 to 3 months ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ വാങ്ങുന്നതായിരിക്കും. ഇതൊരു അൺബോക്സിങ് യൂണിറ്റ് ആണ്. ഐഫോൺ 11ന്റെ വീഡിയോ ഇപ്പം ചെയ്യാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് അറിയാവുന്നതാണ് 2021 ഐഫോണിൻ്റെ 12 മോഡൽസ് റിലീസായിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഐഫോൺ 11 വാങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ആൻഡ്രോയിഡിനെ പോലെയല്ല. കാരണം ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ 1 or 2 years തന്നെ നമുക്കതിൻ്റെ പെർഫോമൻസ് ഡിഫറൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ്സും സെക്യൂരിറ്റി അപ്ഡേറ്റ്സിലും എപ്പോഴും തന്നെ പ്രോബ്ലമാണ്. പക്ഷേ ഐഫോണിലാണെങ്കിൽ നമുക്കൊരു 4 to 5 years ഉറപ്പായിട്ടും തന്നെ ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് കണ്ടിന്യൂസ് ആയിട്ടും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഐഫോൺ 11 വാങ്ങിയാലും 5 years കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ്, യൂസേജ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ സ്മൂത്ത്നെസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയാണ്. ഐഫോണിൻ്റെ വേറെ റീസെയിൽ വാല്യൂ ആണ്. നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ പോലെയല്ല. ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ആൻഡ്രോയിഡ് ഫോണിൻ്റെ റീസെയിൽ വാല്യൂ തീരെയില്ല. അതിപ്പോൾ ഏത് ബ്രാൻഡ് ഫോൺ എടുത്താലും ശരി, സാംസങ് ആയാലും ശരി, ഹുവാവൈ, ഏത് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും ഏത് ആൻഡ്രോയിഡ് ഫോൺ എടുത്തു കഴിഞ്ഞാലും റീസെയിൽ വാല്യൂ വളരെ കുറവാണ്. പക്ഷേ ഐഫോൺ ആണെങ്കിൽ നമുക്കിപ്പം 2 years 3 years കഴിഞ്ഞാലും നമ്മൾ സേഫായിട്ട് നല്ലപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് നല്ലൊരു റീസെയിൽ വാല്യൂ ഒരു 40 to 50% റീസെയിൽ വാല്യൂ നമുക്ക് തീർച്ചയായും തന്നെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഐഫോൺ അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത ബോക്സാണ്. നമ്മുടെ ഇതിൻ്റെ കണ്ടൻറ്റ് കാണിച്ചു തരാൻ മാത്രമാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ ഒരു ഫിലിം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 11 128GB വേരിയൻറ്റ്. 2 ക്യാമറയാണ്. അതുപോലെ തന്നെ ഇത് ഓൾറെഡി ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ കൂടെ അല്ലെങ്കിൽ ഫ്യൂച്ചർ വീഡിയോസിൽ നമുക്കിതിൻ്റെ ക്യാമറ പെർഫോമൻസും അതുപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ എന്താ ഇല്ലയെന്ന് നോക്കാം. നമുക്കുള്ളത് Type-C to ലൈറ്റ്നിങ് കേബിളാണ്. നമ്മൾക്ക് ഒരു അഡാപ്റ്ററിൻ്റെ ആവശ്യമുണ്ട്. അഡാപ്റ്റർ നമ്മൾക്ക് എക്സ്ട്രാ വാങ്ങേണ്ടി വരും. ബോക്സിൻ്റെ അകത്ത് നമുക്ക് ചാർജിങ് ബ്രിക്സ് ലഭിക്കുന്നതല്ല. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് മാനുവൽസ്, പിന്നെ അതുപോലെ തന്നെ സിം ഇജക്റ്റർ, പിന്നെ ഒരു സ്റ്റിക്കർ, 2 സ്റ്റിക്കറല്ല, ഒരു സ്റ്റിക്കർ മാത്രമാണുള്ളത്. ഐഫോൺ 11ൻ്റെ സെറ്റ് പ്രോസസ്സറെല്ലാം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ Gmail ID കൊടുക്കുന്നതിന് പകരം ഒരു ആപ്പിൾ ID നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് സെക്യൂരിറ്റി കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ആപ്പ് സ്റ്റോറിൽ നിന്ന് നമ്മുടെ ആപ്പെല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ID വെച്ചിട്ട് നമ്മൾ എപ്പോഴും തന്നെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ക്യാമറ ക്വാളിറ്റി ചെക്ക് ചെയ്തു. നല്ലൊരു സ്റ്റെബിലൈസേഷനാണ് നമുക്ക് ഫസ്റ്റ് ടൈം ട്രയലിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസും അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. ഈ നിങ്ങൾക്ക് കാണാവുന്നതാണ്, സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു സ്റ്റെബിലൈസേഷൻ വീഡിയോയും ഫോട്ടോസുമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ റിവ്യൂ നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിൽ വരുന്നതായിരിക്കും. പിന്നെ ഞാനിതിപ്പം ഐഫോൺ വാങ്ങി, പക്ഷേ ആപ്പിളിൻ്റെ ഫുൾ സർവീസ് ഐക്ലൗഡ് അതുപോലുള്ള ആപ്പിളിൻ്റേതായിട്ടുള്ള സർവീസൊന്നും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഗൂഗിൾ സർവീസാണ് മാക്സിമം ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ഗൂഗിളിൻ്റെ സർവീസ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് Gmail അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ എല്ലാ ആപ്പും തന്നെ നമുക്ക് ഐഫോണിലും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ Gmailനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം ആൻഡ്രോയിഡ് ഫോണിൽ പോയി കഴിഞ്ഞാലും ഐഫോണിലായാലും നമുക്ക് Gmail ID വെച്ചിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ആപ്പിൾ സർവീസ് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ആൻഡ്രോയിഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രോബ്ലമായിട്ട് മാറും. നൂൺ വെബ്സൈറ്റിലാണ് വാങ്ങിയത്. അപ്പോൾ വളരെ നല്ല പ്രൈസിലാണ് ഇപ്പോൾ അവൈലബിൾ. 128GB വെറും 2257 ദിറംസിനാണ് കിട്ടിയിരിക്കുന്നത്. മറ്റുള്ള ഷറാഫ് DG അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ വെബ്സൈറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പം 500 ദിറംസ് ലെസ്സാണ്. നമ്മൾ മറ്റുള്ള വെബ്സൈറ്റിലാണെങ്കിൽ 2700 ആ റേഞ്ചിലാണ് അല്ലെങ്കിൽ 2500 റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്.
പിന്നെ 6 കളറിൽ ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ന്യൂണിലാണ് ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ ഇപ്പം ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ സൈനപ്പ് ചെയ്ത സമയത്ത് കിട്ടിയിരിക്കുന്നത് ആപ്പിൾ TV പ്ലസ്, ആപ്പിളിൻ്റെ TV പ്രോഗ്രാമായ TV പ്ലസിൻ്റെ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ 3 months സബ്സ്ക്രിപ്ഷനും കൂടി കിട്ടിയിട്ടുണ്ട്. 10 വർഷമായിട്ട് അല്ലെങ്കിൽ മോർ ദാൻ 6 to 7 years ആൻഡ്രോയിഡ് യൂസർ ആയിരുന്ന ഞാൻ ഐഫോണിലേക്ക് വന്ന സമയത്ത് ഏറ്റവും ഫീലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സ്മൂത്ത്നെസ് തന്നെയാണ്. നമ്മൾ ഓരോ ആപ്പ് സ്വിച്ച് ചെയ്യുന്ന സമയത്തിലും അതിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് ഒരിക്കലും തന്നെ ആൻഡ്രോയിഡിൽ കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ലിമിറ്റേഷൻ ഈസ് ദെയർ. അതായത് നമ്മൾ ആൻഡ്രോയിഡിൽ കിട്ടുന്ന ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു കസ്റ്റമൈസേഷൻ കംപ്ലീറ്റ്ലി നമുക്ക് ആപ്പിളിൽ ചെയ്യാൻ പറ്റത്തില്ല. ആപ്പിൾ ഹാസ് സം ലിമിറ്റേഷൻ. ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിന് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് ആ സ്മൂത്ത്നെസ്സും ആ പെർഫോമൻസുമാണ്. നമ്മൾക്കൊരു മോർ ദാൻ 5 years വളരെ റിലയബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ആപ്പിൾ. 5 years അല്ലെങ്കിൽ ഒരു 8 years യൂസ് ചെയ്ത് കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ഒരിക്കലും തന്നെ നമ്മുടെ മൊബൈൽ സ്ലോ ആകാൻ പോകുന്നതില്ല. പക്ഷേ ആൻഡ്രോയിഡിലാണെങ്കിൽ മാക്സിമം 2 to 3 years ആയ ഉടനെ തന്നെ നമുക്ക് ലാസ്റ്റ് അപ്ഡേറ്റ് കിട്ടുന്നതോടുകൂടി തന്നെ നമ്മുടെ മൊബൈൽ സ്ലോ ആവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പെർഫോമൻസും കുറയുന്നതാണ്. പക്ഷേ ആപ്പിളിൻ്റെ ബാറ്ററി പ്രോബ്ലം വരുന്നതല്ലാതെ വേറൊരു പ്രോബ്ലം വരാനും ചാൻസ് ഇല്ല. പിന്നെ എല്ലാ ഫോണായാലും ഒരു 2 to 3 years കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തന്നെ ബാറ്ററി മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ബാറ്ററി ബാക്ക് വളരെ കുറച്ചാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ, അൺബോക്സിങ്, പിന്നെ ലൈറ്റായിട്ടുള്ള റിവ്യൂ പറഞ്ഞത്. ഇനി ഫുള്ളായിട്ടുള്ള റിവ്യൂ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ആൻഡ്രോയിഡ് വേഴ്സസ് ഐഫോൺ എന്നുള്ള ഒരു ടാഗ് ലൈനിൽ നമ്മളൊരു കംപ്ലീറ്റ് റിവ്യൂ പറയുന്നതായിരിക്കും. അതായത് ഒരു ആൻഡ്രോയിഡും ഐഫോണും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസും ലിമിറ്റേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിലൂടെ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഇത് നമ്മുടെ സഫീർ മാളിലേക്കുള്ള വഴിയിലാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ ലിജിൻ, ഗ്രാഫിക് ഡിസൈനറാണ്. ഇത് ഹോളിഡേയ്സ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പർച്ചേസ് ആയിട്ട് ഫുള്ള് പരിപാടിയാണല്ലേ, ഫുള്ള് ബിരിയാണി, ഫുൾ കുക്കിംഗ് ആണ്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നല്ല സ്റ്റെബിലൈസേഷനാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് ഐഫോണാണ്. അല്ലെങ്കിൽ നമ്മൾ വേറെ പോയിന്റ് ഷൂട്ട് ക്യാമറ അല്ലെങ്കിൽ SLR എല്ലാം വാങ്ങേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഫോണുമായി അതുപോലെ തന്നെ നല്ല സ്റ്റെബിലൈസേഷനുള്ള ക്യാമറയായി. കാരണം നമ്മൾ DSLR അതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സെൽഫി വീഡിയോ അല്ലെങ്കിൽ വാക്കിംഗ് വീഡിയോസിൽ എടുക്കാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെബിലൈസർ കൂടി എക്സ്ട്രാ വാങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ കോസ്റ്റാണ്. അപ്പോൾ ആ പ്രൈസിന് പകരം നമ്മൾ ഐഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫോണുമായി അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിൻ്റെ കൂടെ സോഫ്റ്റ്വെയർ കിട്ടുന്നതാണ്. പിന്നെ സ്റ്റെബിലൈസേഷൻ കൂടിയുള്ള നല്ല വീഡിയോസ് നോക്കാം. ഇതാണ് നമ്മുടെ വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ ആണ് ഈ ഫോണിൽ എടുക്കുന്നത്. ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്റ്റെപ്പിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സ്റ്റെബിലൈസേഷനാണ്. ഞാൻ മുമ്പും പല ഐഫോണിലും കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. iPhone 11 ആയാലും iPhone 12 ആയാലും സ്റ്റെബിലൈസേഷൻ സൂപ്പറാണ്.